ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എറണാകുളത്തേക്കാണ്. എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലുമൊക്കെ രാത്രിയിലും അതിശക്തമായ കാറ്റും മഴയുമാണ് രേഖപ്പെടുത്തിയത്. പെരിയാർ അടക്കമുള്ള നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുകയും മരച്ചില്ലകൾ ഒടിയുകയും ചെയ്തു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. ഇതിനപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴും നല്ല മഴയുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. എന്താണ് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എറണാകുളത്ത്? നിതിൻ. ശ്വാസ കഴിഞ്ഞ ദിവസം രാവിലെ വലിയ തോതിലുള്ള ഒരു മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്തെ മഴ പിന്നെ പെയ്യില്ല എന്നൊരു ധാരണ പലർക്കും ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ വളരെ ശക്തമായ മഴ. ഇന്നലെ രാത്രി കനത്ത മഴയാണ് എറണാകുളം നഗരത്തിലടക്കം പെയ്തത്. വലിയ തോതിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. MG റോഡിലടക്കം വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുൻപ് എവിടെയൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഈ കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്തിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുള്ള ആരോപണങ്ങളുണ്ട്. ഏതായാലും മലയോര മേഖലകളിലും വലിയ തോതിൽ മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ. കാരണം കനത്ത കാറ്റും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും കാറ്റും മഴയും ശമിക്കില്ല, അല്ലെങ്കിൽ വലിയ തോതിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. അത് കോച്ചിംഗ് സെന്ററുകൾക്കും അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസുകൾക്കും അംഗനവാടികൾക്കും കോളേജുകൾക്കും ഒക്കെ തന്നെ അവധി ബാധകമാണ് എന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നും ഇപ്പോൾ നിലവിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അല്പം മുൻപ് കുറച്ചു സമയം മഴ ഒരു നേരിയ ശമനം ഉണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും ശക്തമായ രീതിയിൽ തന്നെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പെരിയാറിലെ അടക്കം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഡാമുകളടക്കം ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് മഴ പെയ്തപ്പോൾ തന്നെ ഇത്തരത്തിൽ ആലുവ മണപ്പുറം അടക്കം പൂർണ്ണമായി ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്നു നമ്മൾ കണ്ടിരുന്നു. കളമശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി. അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് വെള്ളമൊക്കെ തന്നെ ഒഴുകിപ്പോയിരുന്നു. പക്ഷേ വീണ്ടും നിർത്താതെ മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ വെള്ളം പൊങ്ങാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റ് പലയിടത്തും ഇത്തരത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ കൃത്യമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും മൂവാറ്റുപുഴയിൽ മണ്ണിടിച്ചിലടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാധ്യതകൾ കൃത്യമായി തന്നെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഒപ്പം കടൽക്ഷോഭവും വലിയ രൂക്ഷമായി തന്നെയുണ്ട്. കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിൽ ഈ ജിയോ ടാഗുകളും ടെട്രോപോഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും വലിയ തോതിൽ കടൽക്ഷോഭം ആളുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്ക് പോകാനുള്ള സാധ്യത ഏതായാലും നിലനിൽക്കുന്നുണ്ട്. ഷിഹാസ്. ശരി, നിതിൻ സേവ്യറാണിപ്പോൾ എറണാകുളം ജില്ലയിലെ മഴ സാഹചര്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.